ബീച്ചിലേക്ക് പോകാൻ വേണ്ടി വന്നായിരുന്നു. ഇവിടുന്ന് ഏത് ട്രാമിൽ നമുക്ക് ട്രാമിൽ കയറിയാൽ പോകണ്ട. അപ്പോൾ ട്രാം കയറാൻ നല്ല ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുക. നമുക്ക് പോകേണ്ട ട്രാം അതാണ്. അപ്പോൾ ട്രാം കയറാനുള്ള ഇതിലേക്ക് പോകണം. ട്രാം വരുന്നുണ്ട്. ട്രാമിൽ കയറി നമ്മളിപ്പോൾ ട്രാമൊന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നു. ട്രാമിൽ കയറുമ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു. കയറുമ്പോൾ പറ്റിയ അബദ്ധം മറച്ചു വെക്കാൻ അത് ഇറങ്ങിയപ്പോഴും ഇനിയും ചെയ്യേണ്ടി വന്നു. എന്നുവെച്ചാൽ ട്രാമിൽ കയറുമ്പോൾ നമ്മളുള്ള കാർഡ് അവിടെ സ്റ്റേഷനിൽ ഒരു ചെറിയ മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ചെയ്യണം. പിന്നെ അത് നമ്മൾ ഇറങ്ങുമ്പോൾ ഔട്ട് ചെയ്താൽ എവിടെ നിന്നാണ് നമ്മൾ കയറിയത് അവിടെ വരാനുള്ള ഫെയർ കട്ടാകുന്നത്. പക്ഷെ അത് ഇന്ന് ചെയ്യാൻ മറന്നുകൊണ്ട് പിന്നെ ഇറങ്ങുമ്പോൾ പിന്നെ ടാപ്പ് ചെയ്തില്ല. ചെറിയ അബദ്ധമായി പോയി. ചെയ്യാൻ നല്ല ഫൈനുണ്ട് അവിടെ. അപ്പം നമ്മൾ ജുമേറ 1 ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറീനയുടെ സൈഡിലേക്കാണ് പോകേണ്ടത്. കറക്റ്റ് ഒരു ഡയറക്ഷൻ ഒന്നും അറിയില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പച്ച വണ്ടി ഉണ്ടല്ലേ, ഇത് കരീം എന്നുള്ളൊരു ഡെലിവറി സർവീസാണ്. അവർ ഫുഡും അതേപോലെ ഡോക്യുമെൻറ്റ്സും ഒക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാനവിടെ നമ്മളൊരു വയ്യ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ പോവുക അറിയാം. യെസ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറീന ബീച്ച് എന്ന്. നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അടുത്തെത്തിക്കുന്ന അടുത്തുള്ള എൻട്രൻസ് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇവിടുത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ, ഫുൾ ഇന്റർലോക്ക് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി കാരണം ഇവിടെ മെയിൻ ആകർഷണം ടൂറിസ്റ്റുകൾക്കാണല്ലോ. അപ്പം അതുകൊണ്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ യൂറോപ്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ സ്റ്റൈലാണ് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാലും. അപ്പം ദുബായിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റില്ല. അത്രത്തോളം ഉണ്ട് പറയാൻ. എങ്ങനെയൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാവോ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യിക്കാനുള്ള പരിപാടികളും ഇവിടെ തന്നെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ നല്ല പെർഫ്യൂം കടകളും അതേമാതിരി സുവനിയർ. ഈ ഡമാക്ട് കാണുന്ന ഒരു ബിൽഡേഴ്സാണ് കേട്ടോ, പ്രോപ്പർട്ടി ബിൽഡേഴ്സാണ്. ഇവർ ഔട്ട്ലെറ്റിൻ്റെ അകത്തുണ്ട്. കൂടുതലും പെർഫ്യൂം ഷോപ്പ്, സുവനിയർ അങ്ങനെയുള്ള ഷോപ്പുകളാണ്. പിന്നെ കൂടാണ്ട് റെസ്റ്റോറൻറ്റും. ഇപ്പോൾ കുട്ടികളുടെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നൊരു ചെറിയൊരു ഷോപ്പാണ്. നേരപ്പുറം കാണാൻ പറ്റും ജൈൻ വീൽ, ദുബായ് ജൈൻ വീൽ കാണുന്നുണ്ട്. നേരെ ആ സൈഡിലാണ് മറീന ബീച്ച് വരുന്നത്. കുറച്ച് നേരം നമുക്ക് ഇനി മുന്നിൽ നടക്കാം. കറക്റ്റ് ഒരു ഡയറക്ഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അതിന് മുന്നോട്ട് നടന്നു നോക്കുകയാണ്. ഇങ്ങനെ വേണം ഓരോ നാടുകളും പ്ലാൻ ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ ഈ ദുബായിയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. ടൂറിസം വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ആളുകളൊക്കെ എല്ലാ ലോകത്തിൽ പല ഭാഗത്തുനിന്നും അവർ അട്രാക്റ്റ് ചെയ്യുന്നത്. അതേപോലെ അവരെ കൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള പല പണികളും അതും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ദുബായ് സർക്കാരിന് പൈസക്ക് ഒരു പഞ്ഞമില്ല. ഏറെക്കുറെ റെസ്റ്റോറൻ്റൊക്കെ വിജനാണ്. വെച്ചാൽ ലഞ്ചിൻ്റെ ടൈം ആവുന്നുള്ളൂ. ലഞ്ച് ടൈം ആയാലും അതേപോലെ തന്നെ ഈവനിങ് ആയാലും ഇവിടെയൊക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും. ഈ ഷെയറുകളൊന്നും ഇങ്ങനെ ഒഴിഞ്ഞിരിക്കില്ല. ഡിസ്കവർ ദുബായ്, ദുബായ് ഡിസ്കവർ ദുബായ്. വൈകുന്നേരം ആകുമ്പോൾ ഈ കുടകളൊക്കെ നിർത്തി വെച്ച് നല്ല സെറ്റപ്പ് ആയിരിക്കും ഷോപ്പുകളൊക്കെ. ശരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടായിരുന്ന വീക്കെൻഡ് തന്നെ കേട്ടോ. തിങ്കളാഴ്ച
ഞായറാഴ്ചയാണ് വന്നിട്ടുള്ളത്. ഇത് ബെനോ എന്ന് പറയുന്നത് റെൻറ്റിന് കൊടുക്കുന്നതാണ്. ഫെറാറിയും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് കാറുകളാണ്. ഇതൊരു റെൻറ്റിന് കൊടുക്കുന്നത്. ഇപ്പം മറീനയിൽ കൂടി മറീന റെസിഡൻഷ്യൽ 1 അതുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നതൊക്കെ സോനിയർ ഷോപ്പുകളാണ്. അതുപോലെ പെർഫ്യൂമാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പോകുമ്പോൾ തന്നെ നമ്മളെ മേത്ത് അടിച്ചു തരും അവർ. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമുകളല്ലാണ്ട് ചെറിയ വിലക്കുള്ളതൊന്നുമല്ല. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇത് മറീന റെസിഡൻഷ്യൽ 1 ആണിത്. കുറച്ച് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ 2 വരുന്നുണ്ട്. നമ്മൾ 1-ലായിരുന്നു ഇറങ്ങിയിരുന്നത്. 1-ൽ ഇറങ്ങിയാൽ കുറച്ചും കൂടി ഏരിയ ഒന്ന് നടന്നിട്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് 1-ൽ ഇറങ്ങിയിരുന്നത്. സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ അവർ കസാര നിരത്തിയിട്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റുകളത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ ബൈ.